എന്താണ് കണ്ണീർ എന്ന് പറഞ്ഞാൽ? ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, വൽ ഐനു നളുറുൻ ബി ഇസ്തിഹ്സാനിൻ മശൂബിൻ ബി ഹസദിൻ മിൻ ഖബീഥി തബഅ യഹ്സുലു ലിൽ മൻദൂരി മിൻഹു ളറർ. മോശമായ പ്രകൃതക്കാരനിൽ നിന്ന് അസൂയ കലർന്നതായ ഒരു നോട്ടം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു നോട്ടം സംഭവിക്കുക, അതുകാരണം നോക്കപ്പെടുന്ന വ്യക്തിക്കോ വസ്തുവിനോ അതിൻ്റെ ഇഫക്റ്റ്, അതിൻ്റെ പ്രയാസം നേരിടേണ്ടി വരിക. ഇതാണ് സത്യത്തിൽ കണ്ണീർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മോശമായ പ്രകൃതിക്കാരിൽ നിന്ന് മാത്രമല്ല, നല്ല മനുഷ്യന്മാരിൽ നിന്നും ഉണ്ടാകും എന്ന് മറ്റു ചില മഹാന്മാരുടെ ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ എങ്ങനെയാണ് ഈ ഒരാൾ മറ്റൊരാൾ നോക്കുമ്പോൾ, മറ്റൊരു വസ്തുവിനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നത്? അതിന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, അജറല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ആദത അൻ യഖ്ലുക ളറർ ഇൻദ മുഖാബലത്തി ഹാദ ശഖ്സി ലി ശഖ്സിൻ ആഖർ. അതായത് ഇങ്ങനെയുള്ള വിപത്തുകളും ഫസാദുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഒരാൾ മറ്റൊരാളെ അഭിമുഖീകരിക്കുമ്പോൾ, നോക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ പതിവ് സംഭവം, അതായത് അവിടെ ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ള ഒരു പതിവ് രീതി അള്ളാഹു തആല ഉണ്ടാക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ, അള്ളാഹുവിൻ്റെ പ്രവർത്തനമില്ലാതെ ഈ ഭൂമി ലോകത്ത് ഒന്നും നടക്കുകയില്ലല്ലോ.